നഴ്സിംഗ് ഡയറക്ഷന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KCT അഥവാ കർണാടക എൻട്രൻസ് ടെസ്റ്റിന്റെ ആപ്ലിക്കേഷനുള്ള തീയതി വീണ്ടും നീട്ടി നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 27-ാം തീയതി വരെയാണ് ഈ ഒരു സമയം നീട്ടി നൽകിയിരിക്കുന്നത്. മാർച്ച് മാസം 3-ാം തീയതി വരെ നമുക്കതിന്റെ ആപ്ലിക്കേഷന്റെ ഫീസ് അടയ്ക്കാനുള്ള സമയം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കറിയാം ഏപ്രിൽ മാസം 23, 24 തീയതികളിലായിട്ടാണ് ഈ പരീക്ഷ നടത്തുവാനായിട്ട് ഇരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ +2 എക്സാമിന്റെ തിരക്കിലാണെന്ന് അറിയാവുന്നതാണ്. എങ്കിലും ഈ ഒരു ഇൻഫർമേഷൻസ് കഴിവതും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കർണാടകയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കർണാടക എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഗൈഡൻസ് ബാച്ച് ഓൾറെഡി അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനിയും അവസരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം കുട്ടികളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പക്ഷേങ്കിൽ പല ഏജൻസിക്കാരും ഇത് പ്രൊമോട്ട് ചെയ്തെന്ന് വരത്തില്ല. കാരണം കർണാടക എൻട്രൻസ് എക്സാം വഴി നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഡൊണേഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് CETക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഏതാനും ചില കോളേജുകളിലേക്ക് CET എൻട്രൻസ് എക്സാംസ് ഇല്ലാതെയും അവസാനം വരുന്ന 20% സീറ്റുകളിലേക്ക് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാംസ് എഴുതാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അഡ്മിഷൻസ് നിങ്ങൾക്ക് നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ പല മെഡിക്കൽ കോളേജുകളും 10 ലക്ഷത്തിലും താഴെയുള്ള ഫീസിൽ തന്നെ ഭക്ഷണം താമസമെല്ലാം ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ CETയുടെ ആപ്ലിക്കേഷൻസിന്റെ നീട്ടിയ കാര്യം കഴിവതും എല്ലാവരുടെ അടുത്തും അറിയിക്കുക. ഇനി ആർക്കെങ്കിലും കർണാടക എൻട്രൻസ് വഴി തന്നെ അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മാർച്ച് മാസം ആദ്യത്തോടുകൂടി തന്നെ നീറ്റ് എക്സാംസിന്റെ ഉള്ള ആപ്ലിക്കേഷൻസും തീരുകയാണല്ലോ. ഇന്ത്യയിൽ എവിടെയും ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷൻ തെറാപ്പി തുടങ്ങിയുള്ള കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ഒരു വർഷം മുതൽ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കുട്ടികളടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.